നമ്മൾ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്ന കോളേജുകളിലൊക്കെ ഇപ്പോൾ ഈ നടക്കുന്ന റാഗിങ് സംഭവങ്ങൾ, അത് ഒരുപക്ഷെ അവർക്കൊന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കും. ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ക്രൂരതയാണ്, ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് പലരും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ടായിരിക്കും ഓർമ്മിക്കുക. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ തിരുവനന്തപുരം സ്വദേശിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നതും ഒക്കെ. പലർക്കും ഇതൊരു വലിയ മെന്റൽ ട്രോമ കൂടിയായിരിക്കും, എത്രയെങ്കിലും കാലം വരെ മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യങ്ങൾ. പ്രസാദ് കൂടിയുണ്ട് നമുക്കിപ്പം. പ്രസാദ്, ഇത്രയും ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് തൊഴിലിടങ്ങളിലെ നടക്കുന്ന ചൂഷണം, മൃഗീയത ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് വില നിർണ്ണയത്തിലടക്കം അവിടെ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അരുണിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രസാദ്? സതലക്ഷ്മി, അരുൺ ഇന്നലെ അദ്ദേഹത്തിന് നേരിട്ടിരുന്ന പീഡനങ്ങളെക്കുറിച്ചുമെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടാണ് മറ്റൊരു തട്ടിപ്പിനെ കുറിച്ചുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതായത് ഇതിലെ വില നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സാധാരണഗതിയിൽ അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് നിശ്ചയിച്ചു കൊടുക്കുന്ന വിലയുടെ ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ വില ആയിട്ടാണ് ഇത് ആളുകളിലേക്ക് പോകുന്നത്. പലപ്പോഴും ഇവർ ആ സമയത്തല്ല ഇത് വിൽക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ കമ്മീഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ വളരെ തുച്ഛമായ കമ്മീഷൻ മാത്രമാണ് ഇവർക്ക് കിട്ടുക. ഇതിന് ഉദാഹരണമായി അരുൺ പറഞ്ഞത്, ഇപ്പോൾ ചായപ്പൊടിയാണ് വിൽക്കുന്നതെങ്കിൽ അത് അവരുടെ വില 55 രൂപയാണെങ്കിൽ അത് 100 രൂപയിലേക്ക് അല്ലെങ്കിൽ 100ന് മുകളിലേക്ക് ഒരു വില രേഖപ്പെടുത്തും. പിന്നീട് അത് വിൽക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയും അധികം വിലയ്ക്ക് ഇരട്ടിയിലധികം വിലയ്ക്ക് വിൽക്കുമ്പോൾ ഇവരാദ്യം കരുതിയത് ഇവർക്ക് കുറച്ച് കൂടുതൽ കമ്മീഷൻ കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ 5 രൂപയായിരുന്നു അന്ന് കൊടുത്തിരുന്ന കമ്മീഷൻ. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഇത്തരത്തിൽ 2 ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ വില നിശ്ചയിച്ചുകൊണ്ട് അതിനെ വിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് വിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് ഓരോ തലങ്ങളിൽ, ഇവരുടെ ബ്രാഞ്ച് തലങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ വില നിർണ്ണയത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ്. കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ പരിശോധനകളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിശോധനയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. അതിൽ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഇത്തരത്തിൽ വില കൂട്ടി വിറ്റ് ആളുകളെ ചൂഷണം ചെയ്യുന്നു. അത് ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുന്നു, കബളിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് വിൽപ്പന നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള അരുൺകുമാറിനെ പോലെ നേരത്തെ ബിനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അവരെ പോലെയുള്ള ആളുകളെല്ലാം ഇത് കൊണ്ടുവന്ന് ആളുകളെ വിറ്റ് അതിൻ്റെ വളരെ തുച്ഛമായ കമ്മീഷൻ മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്നുകൂടിയാണ് അരുൺ പറഞ്ഞു വെക്കുന്നത്. ശരി പ്രസാദ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അതിന് പിന്നാലെ വന്ന ഞെട്ടിപ്പിക്കുന്ന ഓരോരോ വെളിപ്പെടുത്തലുകളുണ്ട്. ഈ വെളിപ്പെടുത്തലുകളൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ് ഓരോരുത്തരും വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവർ ഈ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും തങ്ങൾ നേരിട്ട ആ ക്രൂരതയെക്കുറിച്ച് പറയുന്നത്. എനിക്കറിയാം, നമ്മളുടെ ഒക്കെ പലരുടെയും വീടുകളിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുമായി പലരും വരാറുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ പലപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ പലപ്പോഴും എൻ്റെ അമ്മയൊക്കെ പറയും, നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായമുള്ള പിള്ളേരൊക്കെ ഇത്തരം സാധനങ്ങൾ കൊണ്ട് വരുമ്പോഴത്തേക്കും ഈ വെയിലത്തൊക്കെ കയറി വരുമ്പോൾ ആവശ്യമില്ലെങ്കിൽ പോലും പലപ്പോഴും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ അതിനൊക്കെ സാക്ഷ്യമാണ്. നമ്മളിൽ പലരുടെയും വീടുകളിൽ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണാറുമുണ്ട്. പക്ഷേ അവരൊക്കെ നേരിടുന്ന തൊഴിൽ ചൂഷണം അത് എത്രത്തോളം വലുതാണ്, നമ്മളുടെ സങ്കല്പത്തിനും അപ്പുറമാണ്. ഒരു മനുഷ്യനും ഇങ്ങനെ ചിന്തിക്കുകയില്ല ഇവർ ഈ തൊഴിലിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിടുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, തൊഴിലിടങ്ങളിലെ ചൂഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബിനൽ ലീല സബുവും, ഒപ്പം പാലക്കാട് നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരി.